അനുനയ നീക്കത്തിനായി കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ സമീപിച്ചിട്ടില്ല എന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. NSS നിലപാട് വിഷയാധിഷ്ഠിതമാണ്. സമദൂരത്തിലും നല്ലതും ചീത്തയുമുണ്ട്. നല്ലതിനൊപ്പം നിൽക്കുമെന്ന് ജി സുകുമാരൻ നായർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ആദ്യം പ്രതികരണം കേൾക്കാം. ഇന്ന് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കളെല്ലാം കാണാൻ വരുന്നുണ്ടോ ഇന്നലത്തെ സംഭവത്തില്? ആരും പറഞ്ഞില്ല, ഒന്നുമില്ല കേട്ടോ, അറിയൊന്നുമില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല ഇല്ല. അതൊക്കെ പ്രത്യേകമായിട്ട് ആരോടും വിഷയാധിഷ്ഠിതമാണ്. പ്രത്യേകമായിട്ട് ആരോടും വിരോധവും ഇല്ല, സ്നേഹവുമില്ല. ഇതിനകത്ത് പത്രത്തിനകത്ത് എല്ലാം കണ്ടു ഞാൻ നല്ല വാർത്ത. സത്യത്തിൽ ഈ പുതിയ നേതൃത്വത്തോടുള്ള ഒരു അതൃപ്തിയാണോ ഈ പ്രശ്നങ്ങളൊക്കെ? അതെ, സതീശനോട് ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനൊന്നുമില്ല, അതുകൊണ്ടൊന്നും അല്ല, അതില്ല, അതുണ്ടായിരിക്കാം. പക്ഷെ ഈ വിഷയം ഇതെന്ന് പറയുന്ന ശബരിമല വിഷയത്തിൽ അവരെടുത്തിട്ടുള്ള ആദ്യം മുതൽ സ്വീകരിച്ചിട്ടുള്ള നയമാണ് എതിർപ്പ് ഈ BJPയോടും കോൺഗ്രസിനോടും ഉള്ളത്. BJPക്കാരെങ്കിലും സംസാരിക്കാൻ നോക്കിയിട്ടുണ്ടോ? വരാനോ വല്ല സമയം വല്ലതും ചോദിച്ചിട്ടുണ്ടോ അവര്? ഇല്ല ഇല്ല, ഒന്നും വിളിച്ചിട്ടൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പ് സമയത്തും ഈ ഒരു സമദൂരം മാറുന്നില്ല അല്ലെ? അതൊന്നുമില്ല. ഈ വിഷയത്തിൽ സമദൂരം അല്ല, ശരിയായിട്ടുള്ള ദൂരമായത്. അതായത് ഈ സമദൂരത്തിലും ഇത് രണ്ടും ഉണ്ടല്ലോ, നല്ലതും ചീത്തയും ഉണ്ടല്ലോ. നല്ലതിന്റെ കൂടെ നമ്മൾ നിൽക്കും, തെറ്റിന്റെ കൂടെ നമ്മൾ നിൽക്കുന്നില്ല. അല്ല, ഏത് പോയിന്റിൽ വെച്ചാ ഈ കോൺഗ്രസുമായി ഉണ്ടായിരുന്ന ഒരു ബന്ധം അത് മാറി തുടങ്ങിയത്? ഇത് സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നതിന് ശേഷമാണോ? പുതിയ നേതൃത്വം എത്തിയതിനു ശേഷം? അല്ലല്ലോ. അതിന് മുൻപേ പ്രശ്നങ്ങളുണ്ട്. അല്ല, അതിനുശേഷം അല്ല, സതീശൻ വന്നതിന് ശേഷം അല്ല, ഈ അവരുടെ കാലഘട്ടം മാറി. അതുകൊണ്ട് ഈ വിഷയത്തില് അവര് ആദ്യം മുതൽ എടുത്ത നിലപാടാ പിന്നെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നേ. അത് രണ്ടു കൂട്ടരും അതെ, അല്ലാതെ ഒരു വ്യക്തി വിദ്വേഷം കൊണ്ടോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടുള്ള കാര്യങ്ങളല്ല. അതെ, ഈ നിലവിൽ ഈ വിഷയത്തിലാണ് നിലവിൽ ഇപ്പൊ NSSന്റെ നിലപാട് അല്ലെ? അത് തന്നെ. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിന് അടുത്ത് നിൽക്കുന്ന സമയത്ത് അതൊരു സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ജി സുകുമാരൻ നായർ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചതാണ് നമ്മൾ കേട്ടത്. കൂടുതൽ വിവരങ്ങളുമായി ഷിനോജ് എസ്റ്റ് ചേരുന്നുണ്ട്. ഷിനോജെ, ഇതുവരെ ആരും അനുനയ നീക്കവുമായി എത്തിയിട്ടില്ല എന്നുള്ളതാണ് സുകുമാരൻ നായർ പറയുന്നത്. കെ മുരളീധരൻ പറഞ്ഞത് ചർച്ച ഉണ്ടാകും, മുതിർന്ന നേതൃത്വം തന്നെ ചർച്ച നയിക്കുമെന്നുമാണ് പറയുന്നത്. ജയലക്ഷ്മി, കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് NSSന്റെ ഭാഗത്തുനിന്നുണ്ടായ ഏറ്റവും വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്ന് രാവിലെ മാതൃഭൂമി ന്യൂസിനോട് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് സമദൂര നിലപാടാണ് ഞങ്ങൾക്കുള്ളത്, പക്ഷേ ഈ സമദൂരത്തിൽ തന്നെ നല്ലതും ചീത്തയുമുണ്ട്. അതിൽ നല്ലതിനൊപ്പം NSS നിൽക്കും എന്ന് പറയുമ്പോൾ NSSന്റെ മനസ്സിൽ എന്താണെന്ന് സംബന്ധിച്ച് പകൽ പോലെ വ്യക്തമാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ സമദൂരമൊക്കെ തന്നെ പറയുമ്പോഴും NSSന്റെ മനസ്സ് അത് കോൺഗ്രസിനൊപ്പമായിരുന്നു, UDFിനൊപ്പമായിരുന്നു. പക്ഷേ ആ ചായ്വ് അത് ഇടത്തോട്ട് ചായുന്നു എന്നൊരു സൂചനകളാണ് ഇപ്പോൾ എന്തായാലും പുറത്തു വരുന്നത്. അത് സംബന്ധിച്ച വാർത്തകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.